വന്യജീവി അക്രമത്തിന്റെ ഭീതിയുടെ മുനമ്പിലാണ് വയനാട്. ബീരൂർ മക്ന എന്ന മോഴയാന ബാവലി മേഖലയുടെ വിഹരിക്കുമ്പോൾ വയനാട് മാത്രമല്ല തൊട്ടടുത്തുള്ള കർണാടകയിലെ ജനങ്ങളും ആശങ്കയിലാണ്. അതിർത്തി വ്യത്യാസത്തിൽ രണ്ടാണെങ്കിലും അവർ നേരിടുന്ന പ്രശ്നങ്ങളൊന്നാണ്. മക്നയുടെ കാര്യത്തിൽ മാത്രമല്ല, കാലങ്ങളായി അവരും നേരിടുന്നത് സമാനമായ പ്രതിസന്ധി തന്നെയാണ്. ആളക്കൊല്ലിയായ ബേലൂർ മഗ്നയുടെ പിന്നാലെ കൂടിയിട്ട് ദിവസം കുറച്ചായി. അതിൽ ഏറ്റവും അധികം ആനയുണ്ടായത് ഈ ഒരു ബാവലി മേഖലയിലാണ്. ഞങ്ങളും ഇവിടെ തുടരാൻ തുടങ്ങിയിട്ട് ദിവസം കുറച്ചായി. അപ്പോൾ എനിക്ക് പിന്നിലായുള്ളത് കേരളമാണ്. കുറച്ചങ്ങ് മുന്നോട്ട് കടന്നാൽ കർണാടകയും എത്തി. ഈ ബാവലിയിലെ ആളുകളുടെ ആശങ്കയൊക്കെ നമ്മൾ കണ്ടു. മാനന്തവാടിയിലും പുൽപ്പള്ളിയിലും ഒക്കെ സമാന സ്ഥിതി തന്നെയാണ് ബാവലിയിലും. രാത്രി ഉറക്കമില്ല. എന്താണ് കർണാടകയിലെ സ്ഥിതിയെന്ന് ഒന്ന് നമുക്ക് പോയി തന്നെ നോക്കണം. ഒരു മോരും വെള്ളം എടുക്കുമോ? ഭയങ്കര ചൂടത്തെ. കേരളത്തിലും ചൂട്, ഇവിടെ അതില് നല്ല ചൂടല്ലേ പകല്. മോരും വെള്ളം കുടിക്കുമ്പോൾ ഒരു ആശ്വാസം. നമ്മൾ 8 ദിവസമായി ചേച്ചി ഞാൻ ഈ കാട്ടിക്കുളം ബാവലി ഈ സ്ഥലങ്ങളൊക്കെ പഠിച്ചു വരിക. അപ്പോൾ ഞാനിപ്പോൾ മൈസൂര് ജില്ലയാണ് ഇതെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ടും കൂടി വന്ന അവിടെ ബാവലിയിലെ ആൾക്കാരോടൊക്കെ ഞാൻ ചോദിച്ചു. വലിയ രീതിയിൽ രാത്രിയും പകലൊക്കെ പുലി പിടിച്ചു പോയ കഥയൊക്കെ പറഞ്ഞു. എങ്ങനെയാണ് ഈ മേഖലയിൽ ആന ഇറങ്ങുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? ഇത് രാത്രിയും പകലും ഇറങ്ങുന്ന സ്ഥലമാണ്. പകലെന്ന് പറഞ്ഞാൽ ഒരു റോഡ്, ഈ ഒരു ഭാഗം റവന്യൂ സ്വന്തം സ്ഥലവും ഒരു ഭാഗം മൈസൂർ മാനന്തവാടി റോഡാണ്. അതിന് തൊട്ടപ്പുറത്ത് കാട്. അവിടെ രാത്രിയും പകലൊക്കെ ആന ഉണ്ടാവും. പിന്നെ നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നു. നമ്മൾ കൃഷി ചെയ്യുന്നതൊക്കെ ആന തിന്ന് പോവാ. കൃഷിയൊന്നും നടക്കുന്നില്ല. സത്യം പറഞ്ഞാൽ അതിർത്തി അപ്പുറത്താണെങ്കിൽ കേരളക്കാരും കർണാടകക്കാർക്കും ഒരേ പ്രശ്നം തന്നെ. അതെ അതെ അല്ലേ? എങ്ങനെയാ രാത്രി ചേച്ചി? ഞങ്ങൾ മുമ്പ് കൃഷിയായിരുന്നു. ആദ്യം കൃഷി തന്നെയായിരുന്നു. പിന്നെ കൃഷിയിൽ ഒന്നും കിട്ടുന്നില്ല ഞങ്ങൾക്ക്. നെല്ലായാലും അത് തിന്നു പോവാണ്. എല്ലാത്തിന്റെ ശല്യമുണ്ട്. പന്നി, മാന്, എല്ലാത്തിന്റെ ശല്യമുണ്ട്. നമ്മള് പറഞ്ഞ രാത്രി ചേച്ചിയൊക്കെ കണ്ടിട്ടുണ്ടോ ആനേനെ? ഓ, ഇഷ്ടം പോലെ കണ്ടില്ല. എന്താണ് ഈ ആനേനെയൊക്കെ പ്രതിരോധിക്കാൻ നിങ്ങൾ ചെയ്യുന്നത്? എന്താ രാത്രി കാലങ്ങളിൽ? ഒന്നും ചെയ്യുന്നില്ല. രാത്രി ആകുമ്പോൾ ഞങ്ങൾ ഇത് അടച്ചിട്ട് വീട്ടിലേക്ക് പോകും. പിന്നെ അവിടുന്ന് എന്തെങ്കിലും ലൈറ്റ് ഇട്ട് ശക്തിയായിട്ടുള്ള പവറുള്ള ലൈറ്റൊക്കെ കടിച്ചു കഴിഞ്ഞാല് ഓടി വരില്ല. പിന്നെ ചില ആന ഓടി വരും. ഓരോ ദിവസവും പേടിച്ചാ പോകുന്ന മുന്നോട്ട്. ഈ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ? അതെ, കുട്ടികൾ സ്കൂളിൽ പോകുന്ന ഇവിടെ നടന്നു പോകുന്ന പിള്ളേരും ഉണ്ട്. പിന്നെ ഓട്ടോ കൊണ്ട് വിടുന്ന പിള്ളേരും ഉണ്ട്. അവർക്കൊക്കെ ഇങ്ങനെ ഈ ഒരു പ്രശ്നം നേരിടുന്നവരും ഉണ്ടല്ലേ? അതെ അതെ. കുറെ കുട്ടികളൊക്കെ ഞങ്ങളോട് പറഞ്ഞായിരുന്നു ഇങ്ങനെ നടന്നു പോകാൻ തന്നെ പേടിയാ. കേരളത്തിലും ആൾക്കാർ ആവശ്യപ്പെടുന്ന ഒരു പരിഹാരം, പക്ഷെ ഒരു പരിഹാരം എന്നുള്ളതൊക്കെ അന്യം നിന്ന് പോകുന്നത് തന്നെയാ അല്ലേ? അതെ അതെ. ഈ ജനമേഖല വികാസത്തിൽ ഇപ്പോൾ ആന ഭയങ്കര വിഷയമാണ്. വലിയൊരു ടെൻഷനാണ്. ഇപ്പോൾ ഞങ്ങൾ ഡെയിലി ഇപ്പോൾ ആന വരും. പക്ഷേ ഇപ്പോൾ രാത്രി കടന്നപ്പോൾ ആന വരും. അത് വിഷയമല്ല. അപ്പോൾ ഇപ്പോൾ രണ്ടാളെ കൊന്ന ആന വീണ്ടും ഞങ്ങൾ വരുന്ന പേടി ആൾക്കാർക്ക്. ഇത് ഇവിടെ ഈ ഇടയ്ക്ക് ഇപ്പോഴല്ല, ഒരു 5 കൊല്ലം മുമ്പ് ഒരു കടുവ പിടിച്ച് ഒരു മനുഷ്യനെ മറ്റേ മുഖം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം തിന്നു. ഈ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. മോദിയായാലും ശരി തന്നെയാണ്, കേരള സർക്കാർ ശരി തന്നെയാണ്, കർണാടക സർക്കാർ ശരി തന്നെയാണ്, ഒന്നും ചെയ്യുന്നില്ല. വിദ്യാർത്ഥികൾ രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട്. സോ ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ആയാലും കഴിഞ്ഞ 2 ഇൻസിഡൻറ്റ് ആയില്ലേ, ഇങ്ങനത്തെ 2 ഇൻസിഡൻറ്റ് ആയാലും നല്ലോണം ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതിന് ഈ സർക്കാർ ഗവൺമെൻറ് എന്താണോ ആ സാധനം പിടിച്ചിട്ട് ഇവിടെ കേരള ആയാലും കർണാടക ആയാലും രണ്ടും ഒന്ന് ഇതായിട്ട് ഒന്ന് കേട്ടിട്ടുണ്ട്. അതിർത്തി കടന്നാലും അതിര് കടക്കാത്ത ആശങ്കയാണ്. ദിവസേന കടുവയെയും പുലിയെയും ആനയെയും ഒക്കെ കണ്ടാണ് ഇവരുടെ ജീവിതം. കേരള കർണാടക അതിർത്തി കടന്നാലും ഭീതിയെല്ലാം ഒരുപോലെ തന്നെ. മൈസൂരിലെ HD കോട്ടയിൽ നിന്നും ക്യാമറാമാൻ പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്.